ഇപ്പം പരാതിയിൽ നടപടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദ്യോഗസ്ഥനെ എയർ ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ ജില്ലാ ആസ്ഥാനത്തേക്ക് മാറ്റുകയാണ് SP ചെയ്തിരിക്കുന്നത്. ആ നടപടി സംതൃപ്തിയാണോ? ഒരിക്കലും സംതൃപ്തിയല്ല. ഞങ്ങളിത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഉണ്ടായത്. കാരണം സസ്പെൻഷൻ തന്നെ വേണം. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പുറകെ നടക്കട്ടെ. പിന്നെ അതും തന്നെയുമല്ല, ഈ SI മാത്രമല്ല എൻ്റെ കുഞ്ഞിനെ മർദ്ദിച്ചിരിക്കുന്നത്. SIയുടെ മാത്രം ആക്കുന്നത് ശരിയല്ല. ബാക്കിയുണ്ട് 3, 4 പോലീസുകാരുണ്ട് എൻ്റെ കുഞ്ഞിനെ മർദ്ദിച്ചത്. അപ്പോൾ അവരുടെ കാര്യത്തിലും അതേ തീരുമാനം എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ഉദ്യോഗസ്ഥനെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ സർവീസിൽ ജില്ലാ ആസ്ഥാനത്ത് ഇരിക്കുമ്പോൾ ശരിയാവണം ഒരു അന്വേഷണം നടക്കും തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഒരിക്കലുമില്ല. അന്വേഷണം നടക്കത്തില്ല. അങ്ങനെ അന്വേഷണം നടക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനൊരു ബോധം ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞ് ഈ രീതിയിലാവത്തില്ലായിരുന്നു. പിടിച്ചോണ്ട് പോയി, കാര്യം ശരി. എന്നാൽ ഇവർ അന്വേഷിക്കേണ്ട വിധത്തിൽ അന്വേഷിച്ചതിന് ശേഷം വേണമായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ. അതവർ ചെയ്തില്ലല്ലോ. ഇപ്പോൾ നമ്മൾ പരാതി കൊടുത്തു. ഇപ്പോൾ ഈ മറ്റു ഉദ്യോഗസ്ഥർക്ക് ഒരു നടപടി ഇല്ലാത്തതും വലിയ പരാതിയുണ്ട് നമുക്ക്. തീർച്ചയായിട്ടും. ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ ഇത്. ഒരാൾ മാത്രമല്ലല്ലോ മർദ്ദിച്ചത്. ബാക്കി 3, 4 പേർക്കെതിരെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ കാര്യത്തിൽ എന്താ തീരുമാനമെന്ന് ഞങ്ങൾക്കറിയണ്ടേ? അവരെ സേഫാക്കാനാണോ തീരുമാനം? ഇതിപ്പോ പരാതി കൊടുത്ത നിങ്ങളെ കളിയാക്കുന്ന പോലാണോ ജില്ലാ ആസ്ഥാനത്ത് ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഒന്നുമില്ലാത്ത അടി കിട്ടിയ എൻ്റെ മോനും ഞങ്ങളും ഒന്നുമില്ലാത്തവരായി തീർന്ന്. ഞങ്ങൾ വെറും മൊട്ട പൂജ്യമായി മാറിയിരിക്കുന്നു. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഞങ്ങൾ ഇത്രയും പീഡ ഏൽപ്പിച്ചിട്ടും ഒരു ട്രാൻസ്ഫർ എന്ന് പറയുമ്പം അതിലെന്താണ് നീതി? അതിലെന്താണ് ന്യായം? നാളെയും ഇത് തന്നെയല്ലയോ ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്? അപ്പം ഇതിനകത്ത് എന്താ നീതി? ഞങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്താ? എവിടുന്നാണ് ഞങ്ങൾക്കൊരു നീതി ഉണ്ടാവേണ്ടത്? പോലീസ് അധികാരികൾ ഇത്രത്തോളം ചെയ്ത് ഇവർക്കൊരു തെളിവ് ശേഖരിക്കാനോ ഇവർ ചെയ്യേണ്ടതായ നടപടിക്രമങ്ങളോ ഒന്നും ചെയ്യാതെ എൻ്റെ കുഞ്ഞിനെ ആ മുറി കൊണ്ടിട്ട് ഇടിച്ച് ശരിയാക്കി. ഇപ്പം എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഇനി ഇവനെ ഞങ്ങൾ നേരെ ആക്കണമെങ്കിൽ ഇനി ഏതെല്ലാം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങണം. അപ്പം ഈ ഒരു ട്രാൻസ്ഫർ കൊണ്ട് എന്തുവാ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഇല്ല എന്നുള്ളതല്ലേ ഉള്ളു. ആ പുള്ളി ജോലി ചെയ്യുന്നുണ്ടല്ലോ. ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നുള്ള അവർക്കും ഇല്ലയോ കുടുംബം? അപ്പോൾ അതിൽ ഞങ്ങൾ സംതൃപ്തരല്ല. പുള്ളിയെ തന്നെയല്ല, മറ്റ് 3, 4 പോലീസുകാരുണ്ടെന്നാണ് എൻ്റെ മോൻ പറഞ്ഞിരിക്കുന്നത്. അവർക്കും സസ്പെൻഷൻ കൊടുക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ പരാതി കൊടുത്ത 20-കാരനോട് ചേരുകയാണ്. ഈ നടപടി ഇങ്ങനെ വന്നതിൽ എന്താണ് മോന് പറയാനുള്ളത്? ശരിക്കും ഇപ്പം ഇങ്ങനെ പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പം അമ്മാറിൻ്റെ കൂട്ട് തന്നെ ഇപ്പം നമ്മൾ മുന്നിൽ ഇല്ലെന്നല്ലേ ഉള്ളൂ. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും. ഇപ്പം സസ്പെൻഷൻ തന്നെ ചെയ്യണം, സസ്പെൻഷൻ തന്നെ കൊടുക്കണമെന്നായിരുന്നു ഇപ്പം നമുക്കും പറയാനുള്ളത്. സസ്പെൻഡ് ചെയ്ത് അന്വേഷിച്ച് ഉചിത നടപടിയില്ല. അതെ അതെ. അപ്പോൾ ഇതിൻ്റെ അതൊരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ പരാതി നമ്മൾ കൊടുത്ത ശേഷം ആഭ്യന്തരമന്ത്രിക്ക് ഉൾപ്പെടെ കൊടുത്തു. പിന്നീട് എന്താണ് ഉണ്ടായിട്ടുള്ളത്? അവരിപ്പം അതായത് ആഭ്യന്തരമന്ത്രിയെ കണ്ടില്ല. നമ്മൾ PA ആണ് കണ്ടത്, പരാതി കൊടുത്തത്. പരാതി കൊടുത്തതിന് ശേഷം എന്ത് നടപടി ഉണ്ടായി? ഒന്നും ആയിട്ടില്ല ഇതുവരെ. പോലീസ് വിളിച്ചോ? ഇല്ല, പോലീസും വിളിച്ചിട്ടില്ല. പരാതിന്മേൽ വിളിച്ച് മൊഴി എടുത്തിട്ടുണ്ടോ? പരാതിന്മേൽ വിളിച്ച് DYSP മൊഴിയെടുത്തായിരുന്നു. ഫോൺ നേരിട്ട് വന്നതോ? ഇല്ല, വിളിപ്പിക്കുമായിരുന്നു. വിളിപ്പിച്ച് മൊഴി എടുത്തു. അതാണ് നടന്നിട്ടുള്ളത് അല്ലേ? അതാണ് നടന്നിട്ടുള്ളത്. ഇപ്പം ഒരു ഉദ്യോഗസ്ഥനെ പേരിനെങ്കിൽ സ്ഥലം മാറ്റുന്നു, ബാക്കിയുള്ളവർ ഇപ്പോഴും കൂടുതൽ സ്റ്റേഷൻ തന്നെയുള്ള. ബാക്കി തല്ലിയവരും ഇപ്പോഴും സർവീസിലുണ്ട്. അവർക്കെല്ലാം നടപടി വേണമെന്നാണ് ആവശ്യം. എന്നെ തല്ലിയവർക്കെല്ലാവരും അതായത് നടപടി എടുത്തേ വരത്തുള്ളൂ. ഇത് ഒന്നാമത് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുകൂടെ മർദ്ദനോടാകുമ്പോൾ വലിയ ശരീരത്തിന് ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ട് തന്നെയാണ്. കിടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇത്രയും നിന്നപ്പോൾ തന്നെ അവന് പുറത്ത് വേദനയുണ്ട്. ഈ പുറത്ത് ഇടി കിട്ടിയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ കുനിച്ച് നിർത്തിയ സമയത്ത് മോൻ പറഞ്ഞത് പുറത്തും നെഞ്ചിനും ഒരുപോലെ വിലക്കം വീണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു അവസ്ഥയുണ്ട്. ഇപ്പം ആഹാരം കഴിക്കുന്നില്ല. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല അവന്. അത് ഞങ്ങൾ പാവങ്ങളല്ലേ. ഞങ്ങളിനി എങ്ങനെയാണ് ഈ കുഞ്ഞിനെ ഇനി നൂത്തെടുത്ത് കൊണ്ടുവരുന്നത്? ഏതെല്ലാം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാലാണ് ഇനി ഇവൻ ഒന്ന് നന്നാവുന്നത്? എന്തിനാ ഇതെന്തുവാന്ന് ഞങ്ങൾക്ക് ഇന്ന് വരെയും ഒരു എന്താ ഇതിനെ പിന്നിൽ എന്തുവാന്ന് ഒന്നും അറിയത്തില്ല. ഒരു ആരോപണം കിട്ടി ഉടനെ പോലീസുകാർ വരുന്നു, പ്രതികളെ കൊലപാതകികളെ കൊണ്ടുപോകുന്ന 2 കൈയിലും പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുന്നു, കാറിനകത്തോട്ട് കയറ്റി ഇരുത്തുന്നു, കൊണ്ടുപോയി ഇടിക്കുന്നു. ഇത്രയുമാണ് സംഭവിച്ചത്. അല്ല ഇതിൻ്റെ പിന്നിൽ എന്താണ്? ഇതിൻ്റെ തെളിവെന്തു? അല്ലെങ്കിൽ എന്താ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ? പോലീസുകാർക്ക് എന്തു ആകാവുന്നതാണോ? അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ പോലീസുകാർ എല്ലാം പഠിച്ചിട്ടല്ലേ ഈ സർവീസിലോട്ട് കയറുന്നേ? അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ഇരയെ കിട്ടുമ്പോൾ, സംശയാസ്പദമായ രീതിയിൽ ഒരു ഇരയെ കിട്ടുമ്പോൾ അവരങ്ങ് ആഹ്ലാദിക്കുക, ഒരേരെ കിട്ടിയതല്ലേ. ബാക്കി പിന്നെ ഇടിച്ച് നൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് അന്വേഷണം. അതെവിടുത്തെ ന്യായമാണ്? നമുക്കും അറിയാലോ കുറേയൊക്കെ ന്യായവും നീതി. നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരല്ലേ.
അപ്പോൾ ഈ ഒരു പ്രതിയെ കിട്ടി അതിൻ്റെ എല്ലാ ഭാഗവും എല്ലാ വശത്തു നിന്നും അതിൻ്റെ ആ തെളിവുകൾ ശേഖരിച്ച് കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് കുഞ്ഞുങ്ങളെ ചോദ്യം ചെയ്യേണ്ടത് അല്ലേ. ഇത് കുഞ്ഞുങ്ങളെ പിടിക്കുക, കൊണ്ടുപോവുക, ആദ്യത്തെ പടിയെന്ന് പറഞ്ഞാൽ ഇല്ല നടയാടി അടിക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേപോലെ നടയാടി അടിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിനെ അതിനകത്തിട്ട്. എൻ്റെ കുഞ്ഞിനെ അവിടെ ഇട്ട് മർദ്ദിക്കുമ്പോൾ ഞങ്ങൾ മുറ്റത്തിരിപ്പുണ്ട് വിശ്വാസത്തോടെ, പോലീസിനെ വിശ്വസിച്ച്. പോലീസ് എന്താ പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്തത് വരെ കാണിച്ച് ഇവിടുന്ന് ഇറക്കുമ്പോൾ അപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഉപദ്രവിക്കാനല്ല, ഞങ്ങൾ ചോദ്യം ചെയ്യത്തേ ഉള്ളൂ എന്ന ആ ഒരു വിശ്വാസം ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിനെ അതിനകത്തിട്ട് ഇടിക്കുമായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തേ ഇല്ലായിരുന്നു. അറിയാമോ? അതാണോ പോലീസിൻ്റെ നീതി? പോലീസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അതാണോ? ഒരു ആരോപണ വിധേയനെ കിട്ടുമ്പം അവർ കൊണ്ടുപോയിക്കോട്ടെ, കൊണ്ടുപോയി ചോദ്യം ചെയ്യട്ടെ. പക്ഷെ ആദ്യ പടി എന്ന് പറയുന്നത് ഇതാണോ ചെയ്യണ്ടേ? അതും ഒരു രോഗിയായിരിക്കുന്നത്. ഞങ്ങൾ എവിടം കൊണ്ടാണ് അത് അവസാനിപ്പിക്കേണ്ടത്? ഒരു ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ എവിടുന്നാ പറ്റുന്നേ? ബാക്കിയുള്ള പോലീസുകാർ സേഫാ, അവർ സർവീസിലിരിക്കുന്നു, അവർ അവരുടെ കുടുംബം പോറ്റുന്നു. ഇവിടെ മാനനഷ്ടം, സാമ്പത്തിക നഷ്ടം, ശാരീരിക നഷ്ടം, മാനസിക നഷ്ടം. അവർക്ക് എന്ത് നഷ്ടം ഇരിക്കുന്നു? അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി അവർ ജോലിയെടുത്ത് അവർക്ക് സന്തോഷമായി അവർ നിൽക്കുന്നു. അപ്പം ഞങ്ങളിവിടെ എന്തുവാ? ഇവിടെ എത്ര ദിവസമായി ജോലിക്ക് ഇറങ്ങി പോയിട്ടെന്നറിയാമോ? ഞങ്ങളുടെ കുടുംബം ഈ എസ്ഐയുടെ പേര് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ, മറ്റുള്ള ബാക്കിയുള്ളവരെ സേഫാക്കി. എന്തിന്? SI മാത്രമല്ല മർദ്ദിച്ചിട്ടുള്ള കുഞ്ഞിനെ. ഇവന് 20 വയസ്സ് പ്രായപൂർത്തിയായതാ. കണ്ടാൽ അറിയാം ഇവന് ആരാ എന്തോ. മന്ദബുദ്ധിയല്ല. അല്ലെങ്കിൽ മന്ദബുദ്ധിയാണെങ്കിൽ എന്തെങ്കിലും പറയുകയെന്ന് പറയാം. ഇവനെ മർദ്ദിച്ചവരെ ഇവനറിയാം. എന്തുകൊണ്ട് അവരുടെ പേരിൽ നടപടി എടുക്കുന്നില്ല? അവരെ സേഫാക്കിയിട്ട് ഇത് ട്രാൻസ്ഫർ. നമുക്ക് എവിടം കൊണ്ടാണ് ഇത് നീതി? ഇപ്പം നമ്മൾ എന്തുവാ ചെയ്യണ്ടേ? ഞങ്ങൾക്ക് എവിടെ നീതി? ഇടി കിട്ടിയത് മാത്രം മിച്ചം. അതാണോ? ഇടി കിട്ടിയത് മിച്ചം. ഞങ്ങൾ അതങ്ങ് സഹിച്ച് വീട്ടിൽ ഇരുന്നോണം. ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, ഞങ്ങൾ ഇങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ എന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്, പോലീസ് മേധാവികളോട് പറയാനുള്ളത്, അവരുടെ മേളിൽ കർശന നടപടി എടുത്തേ പറ്റത്തുള്ളൂ. ഈ ട്രാൻസ്ഫർ കൊണ്ടൊന്നും ഞങ്ങൾ തൃപ്തരല്ല. അതുപോലെ മറ്റുള്ള പോലീസുകാരുടെ നേരെയും ഈ സസ്പെൻഷൻ ഓർഡർ കൊടുത്തേ പറ്റത്തുള്ളൂ. ബാക്കി അന്വേഷണം അതിൻ്റെ പിന്നിൽ നടത്തണം. അതാണ് ഞങ്ങളുടെ ആവശ്യം.